ആണ് ആ സീക്രട്ട്. പുണ്യവാളൻ്റെ രൂപം എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും പുണ്യവാളൻ്റെ കയ്യിലെന്തുണ്ട്? ഒരു ബൈബിളുണ്ട്. ബൈബിളിൽ ആരുണ്ട്? ഉണ്ണീശോ ഉണ്ട്. ഇതല്ലേ രൂപം? വളരെ അർത്ഥമുള്ളതാണ്. അതുതന്നെയാണ് പുണ്യവാളൻ്റെ രഹസ്യവും. തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളാണ്. വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം എന്തു സംഭവിക്കും? വചനം മാംസം ധരിക്കും. ആരാണ് ബൈബിൾ? തുറന്ന ബൈബിളിലുള്ളത് ഈശോ അല്ലേ? ആ ഈശോ പുണ്യാളനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, പുണ്യാളനോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? പുണ്യാള എനിക്കത് തന്നെ ഇത് തന്നെ എന്നാണ്. പുണ്യാള ഞങ്ങൾക്ക് വേണ്ടി. അപ്പം ആരോടാ മാധ്യസം വഹിക്കേണ്ടത്? ഈശോനോട്, ശരിയല്ലേ? അപ്പം ഈശോടാണ് മാധ്യസം വഹിക്കേണ്ടത്. പുണ്യാളനോട് നമ്മ പ്രാർത്ഥിച്ചിട്ട് പുണ്യാളൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാം അപ്പം തന്നെ കിട്ടണേണ്. അത്ഭുതമല്ലേ? എന്തും ചോദിച്ചാൽ കിട്ടണേണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ് പുണ്യാളൻ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഈശോ കൊടുക്കാൻ കാരണം? ബൈബിളിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. പുണ്യാളിന് നമ്മളോട് കുശുമ്പില്ലാത്തതും സ്നേഹമുള്ളതുകൊണ്ടും എന്ത് ചെയ്യും? ആരോട് പറയും? ഈശോനോട് പറയും. അപ്പോൾ ഈശോനോട് പറയണേ പുണ്യാളൻ എന്ത് ചെയ്യും?